വെൽക്കം ബാക്ക് ടു സൺഫീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബനാനയും ടോഫിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഈ പുഡിങ്ങിന് ചൈന ഗ്രാസിൻ്റെയോ ജലാറ്റിൻ്റെയോ ആവശ്യമില്ല. അതുപോലെ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയുള്ള ടോഫി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായി വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പുഡിംഗ് എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ സൺഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇടയിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയുള്ള ടോഫി റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ടിന്നിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിന് 3 വിസിലൊക്കെ വന്നതിന് ശേഷം എയറൊക്കെ ഫുള്ളായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കി നമ്മുടെ ടോഫി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിന് വേണ്ട ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഏകദേശം 40 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 20ഓളം ബിസ്ക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു സൈസ് വലുപ്പത്തിലുള്ള ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം ബിസ്ക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കാൻ. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ പുഡിംഗ് ഡെക്കറേഷന് വേണ്ടി ഞാൻ ഈ ഒരു മിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് വീണ്ടും ഒരല്പം ബിസ്ക്കറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് തന്നെ വേണമെന്നില്ല കേട്ടോ. അതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കണം. കൂടുതലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പുഡിംഗ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അടിഭാഗം വിട്ടുകിട്ടാതെ പുഡിംഗ് ട്രേയിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ടോഫിയുടെ ചൂടൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ടോഫി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയത്. നമുക്കിതുപോലെ നമ്മുടെ ടോഫി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടായിരിക്കും കിട്ടുക. ഇനി നമുക്കിതൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. അതിനായിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് ടോഫി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ലൂസായി കിട്ടും. അതുപോലെ നമ്മുടെ ഈ പുഡിങ്ങിന് ഒരു ടിൻ ടോഫിയുടെ ആവശ്യമില്ല. ഇതിൻ്റെ ഹാഫ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ടോഫി റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് തന്നെ എടുക്കേണ്ടി വരും. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നേരത്തെ റെഡിയാക്കിയെടുത്ത ഫസ്റ്റ് ലെയറിന് മുകളിലായി നമുക്കിതുപോലെ ടോഫി വെച്ച് കൊടുക്കാം. അതുപോലെ ഞാൻ നേരത്തെ ബൗളിലെടുത്ത ടോഫി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. 2 സ്പൂൺ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായി പഴം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിലിപ്പീനോ പഴമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫിലിപ്പീനോ പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ് പഴം എടുക്കാം. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൂവൻ പഴമോ മൈസൂർ പഴമോ എടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ഇതുപോലെ ഫിലിപ്പീനോ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ എടുക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ 3rd ലെയറായി നമുക്കിതുപോലെ പഴം വെച്ച് കൊടുക്കാം.
ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ അടുത്ത ലെയറായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് വിപ്പിംഗ് ക്രീമാക്കി മാറ്റണം. അതിനുവേണ്ടി ഇതിൽ നിന്നും ചെറിയൊരു പാക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ചെറിയ പുഡിംഗ് ട്രേയിലാണ് നമ്മുടെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് 1-2 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ചില വിപ്പിംഗ് പൗഡറിലൊക്കെ ഓൾറെഡി മധുരമുണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മധുരം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത വിപ്പിംഗ് പൗഡറിൽ ഒട്ടും തന്നെ മധുരമില്ല. അതുകൊണ്ട് നമുക്കിതിലേക്ക് 2 സ്പൂൺ ടോഫി ചേർത്ത് കൊടുത്ത് ബീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ അടുത്ത ലെയറായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റ് പൗഡർ മിക്സ് ഇതിന് മുകളിലായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായി വീണ്ടും ഞാൻ ഫിലിപ്പീനോ പഴം ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ സെൻറ്ററിലായി കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട്. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മുടെ പുഡിംഗ് ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ ഞാനിത് ഓവർനൈറ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കൂടുതൽ ടൈം ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പുഡിംഗ് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് സെർവ് ചെയ്യാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. ഞാനിത് ഗസ്റ്റിന് വേണ്ടി റെഡിയാക്കി എടുത്ത പുഡിംഗാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഈ പുഡിംഗ് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുഡിംഗാണിത്. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.